ഫിഫ വേൾഡ് കപ്പ് 2026 ഏറ്റവും സന്തുലിതമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ടീം സ്പെയിൻ ഈ ഒരു വേൾഡ് കപ്പ് ഉയർത്തുന്നത് കാണുമ്പോൾ ഒരു ഫുട്ബോൾ പ്രേമി എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ മത്സരം തന്നെ നോക്കി, അർജൻറ്റീനയ്ക്ക് ഒരിക്കലും സ്പെയിനിനെ ടെക്നിക്കലി അവരെ മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഓൺ ദ ബോൾ അവരെ മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഒരിക്കലും. ആ ഒരു പൊസഷൻ അർജൻറ്റീനയ്ക്ക് സ്പെയിനിനേക്കാളും കൂടുതൽ ബോൾ പൊസഷൻ കൈവശം വെക്കാനോ ബോൾ പൊസഷൻ വഴി ഗെയിമിൻ്റെ കൺട്രോൾ കയ്യിൽ ഒതുക്കാനോ അർജൻറ്റീനയ്ക്ക് സാധിക്കുന്നില്ല. എന്നാൽ പിന്നെ ഓഫ് ദ ബോൾ ഇവരെ അങ്ങ് തറ പറ്റിച്ചേക്കാം എന്ന് നോക്കിയാൽ അതിനും ഒരു രക്ഷയില്ല. നമ്മൾ ആ ഒരു മത്സരത്തിൻ്റെ തുടക്കം മുതൽ നോക്കിയാൽ അർജൻറ്റീന വളരെ സൂക്ഷിച്ചാണ് അവർ ആ ഒരു പ്രസ്സിങ്ങും കാര്യങ്ങളും നടത്തുന്നത്. കാരണം സ്പെയിൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് ആ ഒരു പ്രസ് വരണം എന്നുള്ളത്. അവരുടെ പ്രസ് വരണം, അവരുടെ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റിയിൽ അവർക്ക് വിശ്വാസമുണ്ട്. അവർക്ക് ആ ഒരു കാലയിൽ പന്ത് കൊണ്ട നടക്കാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ട്. ഈ ഒരു പ്രസ്സിനെ ബീറ്റ് ചെയ്ത് ബോൾ പ്രോഗ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പ്രസ് നടക്കുന്ന സമയത്ത് ഓപ്പോസിഷൻ്റെ ഡിഫൻസീവ് സ്ട്രക്ചറിലുള്ള ആ ഒരു വിള്ളലുകൾ അതിനെ ടാർഗറ്റ് ചെയ്യും സ്പെയിൻ എപ്പോഴും അതിനെ ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്താറുള്ളത്. അപ്പോൾ അതിനുവേണ്ടി സ്പെയിൻ എപ്പോഴും വെയിറ്റ് ചെയ്യും. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഓഫ് ദ ബോൾ ആ ഒരു മാരക പ്രസ്സിങ്ങിനൊന്നും തുടക്കത്തിൽ അർജൻറ്റീന പോകാഞ്ഞത്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആകാതെ വരുമ്പം അർജൻറ്റീന പൂഴിക്കടകൻ എടുക്കും. പൂഴിക്കടകൻ എന്ന് ഉദ്ദേശിക്കുന്നത് അർജന്റീന ഒരു കാര്യം ചെയ്യും, അർജന്റീനയുടെ ആ ഒരു ഫിസിക്കൽ ഗെയിം അത് പുറത്തെടുക്കും. അത് ഇംഗ്ലണ്ട് പോണക്കത്തെ ഫിസിക്കലായിട്ടുള്ള ടീമിനെതിരെ അവരുടെ ആ ഒരു ഫിസിക്കൽ ഗെയിം കൊണ്ട് ഇംഗ്ലണ്ടിനെ ഡോമിനേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഗെയിം ഇന്നും സ്പെയിനെതിരെ എടുക്കാനുള്ള ഒരു ശ്രമം സെക്കൻഡ് ഹാഫിൽ അർജന്റീന നടത്തി. പക്ഷേ ഇതിനൊക്കെ സ്പെയിനിന് ഒരു മറുപടി ഉണ്ട്. അവരുടെ ഫിസിക്കൽ ഗെയിമിനെ മാച്ച് ചെയ്യാൻ സ്പെയിനിന് പറ്റും. ആ ഒരു വെറും ടെക്നിക്കൽ എബിലിറ്റി മാത്രമല്ല, ആ ഒരു ടെക്നിക്കൽ എബിലിറ്റി പ്ലസ് ഫിസിക്കാലിറ്റി അതും കൂടെ ഷോക്കേസ് ചെയ്യാൻ ഈ ഒരു സ്പെയിൻ ടീമിന് സാധിക്കും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു കഴിവ്. അപ്പം ഇത് ഫിസിക്കാലിറ്റിയും പാളിക്കഴിഞ്ഞപ്പോൾ അർജന്റീനയുടെ ഏറ്റവും ലാസ്റ്റ് അടവ് അതെന്ന് പറയുന്നത് മൈൻഡ് ഗെയിംസ്, വഴക്ക്, തമ്മിത്തല്ല്, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ആ കലാപരിപാടികളെല്ലാം അർജന്റീന ഇന്ന് അവതരിപ്പിച്ചു. പക്ഷേ അതെല്ലാം സ്പെയിനിന് മുന്നിൽ പൊട്ടിപ്പാളീസായി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്നല്ല, ഏറ്റവും വലിയൊരു സത്യം അത് തന്നെയാണ്. അർജന്റീന എല്ലാ അർത്ഥത്തിലും സ്പെയിനിന് മുന്നിൽ കീഴടങ്ങി എന്ന് തന്നെ നമുക്ക് ഇന്നത്തെ മത്സരം കണ്ടാൽ പറയാം. അല്ലാതെ സ്പെയിൻ ചുളുവിൽ ജയിച്ചു പോയി അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് ജയിച്ചു, അർജന്റീനയ്ക്കെതിരെ ഇന്ന ഡിസിഷൻ, സ്പെയിനിന് അനുകൂലമായിട്ട് ഈ ഒരു ഡിസിഷൻ വന്നുകൊണ്ടാണ് വേൾഡ് കപ്പ് ഉയർത്തിയത്, ഇതൊന്നും പറയാൻ ആർക്കും ഒരു കണികയ്ക്ക് പോലും ഒരു സംശയം തോന്നാത്ത രീതിയിലാണ് സ്പെയിൻ അത്രയ്ക്കും കൺവിൻസിങ് ആയിട്ടാണ് ഈ ഒരു വേൾഡ് കപ്പ് ഉയർത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു മത്സരം അർജന്റീന ഡിഫെൻഡ് ചെയ്ത് അവസാനം ഇതൊരു പെനാൽറ്റി ഷൂട്ടൗട്ടിലോട്ട് എത്തിച്ചവർ ജയിച്ചിരുന്നെങ്കിൽ ഇതൊരു ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ് ആയി മാറിയേനെ. ഇത് നമ്മൾ ഇതിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രകീർത്തിച്ചാൽ ഇങ്ങനത്തെ ഒരു ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ്, അതും സ്പെയിൻ്റെ ഇന്നത്തെ അറ്റാക്ക് എന്ന് പറയുന്നത് ഒന്നിന് പുറകെ ഒന്ന് അറ്റാക്ക് ചെയ്യുക. അവർ പലതരം അറ്റാക്സ് അവർ അഴിച്ചു വിടുന്നുണ്ട്. വിങ് വഴിയുള്ള അറ്റാക്കുകൾ, വിങ് വഴിയുള്ള വിങ്ങേഴ്സിൻ്റെ റൺസ്, അല്ലെങ്കിൽ ഫുൾ ബാക്സിൻ്റെ ക്രോസുകൾ, യമാലിൻ്റെ കട്ട് ബാക്സ്, കുക്കറയുടെ ക്രോസുകൾ, റൺസ്, സെൻട്രലി ആണെങ്കിലും ഓയസബാലും പെദ്രിയും റോഡ്രിയും അതേപോലെ തന്നെ ഫാബിയാൻ റൂയിസും ഒക്കെ ഓൾമോയും ഒക്കെ കമ്പൈൻ ചെയ്ത് സെൻട്രലി ആണെങ്കിലും ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പെയിൻ ടീം. അങ്ങനെ എല്ലാ തരം ചാൻസസ് പല രീതിയിൽ ഈ ഒരു അർജന്റീനയുടെ ഡിഫൻസിനെ വലിച്ചു കീറാനുള്ള ഒരു ശ്രമം സ്പെയിൻ നടത്തിയിട്ടുണ്ട്. അത് അവര് എന്തുകൊണ്ട് അവർ ഗോൾ സ്കോർ ചെയ്തില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിൽ നമ്മൾ ഒരു പരിധി വരെ അർജന്റീനയുടെ ഡിഫൻസിന് ആ ഒരു ക്രെഡിറ്റ്, അതേപോലെ തന്നെ അവരുടെ ഗോൾ കീപ്പർ ഇന്ന് 11 സേവ് നടത്തി അർജന്റീന ടീമിൽ ഏറ്റവും മികച്ച പ്ലെയറായി മാറിയ എമിലിയാനോ മാർട്ടിനസ്, ആ മനുഷ്യൻ്റെ സേവുകളും ഡിഫൻസിലെ ആ ഒരു പ്രകടനങ്ങളുമാണ് അർജന്റീന അതുവരെ ആ ഒരു 106-ാമത്തെ മിനിറ്റ് വരെ പിടിച്ച് നിർത്തിയത്. 106-ാമത്തെ മിനിറ്റിൽ ആ ഒരു ഫെറാൻ ടോറസിൻ്റെ വണ്ടർ ഗോള് അർജന്റീനയുടെ നെഞ്ചത്തോട്ട് അടിച്ചാണ് സ്പെയിൻ ആ ഒരു മത്സരം ജയിക്കുന്നത്. ഫെറാൻ ടോറസ് എന്ന് പറയുന്ന മനുഷ്യൻ എപ്പോഴും ബാർസയിൽ, ശരിക്കും പറഞ്ഞാൽ ബാർസയുടെ മത്സരങ്ങൾ കാണുന്ന പലർക്കും അറിയാം, ബാർസ ആരാധകരുടെ ക്ഷമ പലപ്പോഴും പരീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഫെറാൻ ടോറസ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രൂഷ്യൽ മത്സരങ്ങളിൽ ചില സമയത്ത് ഇങ്ങനത്തെ വിന്നേഴ്സൊക്കെ അടിക്കുന്ന ഒരു സ്വഭാവം, വിന്നർ ഗോളുകളൊക്കെ അടിക്കുന്ന, വണ്ടർ ഗോളുകൾ അടിക്കുന്ന ഒരു സ്വഭാവം ഈ മനുഷ്യനുണ്ടെങ്കിൽ ഈ മനുഷ്യനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല. പലപ്പോഴും ഫസ്റ്റ് ടച്ച് മോശം, ഫിനിഷിങ് മോശം, അല്ലെങ്കിൽ റൺസ് നടത്തുന്നത് ഓഫ് സൈഡായി മാറുന്നത്, അങ്ങനത്തെ പല പ്രശ്നങ്ങളുള്ള ഒരു പ്ലെയറാണ്. ഈ ഒരു സീസണിൻ്റെ അവസാനം അല്ലെങ്കിൽ ഈ
ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ PSG-യിലോട്ട് പോകും എന്നുള്ള തരം റൂമേഴ്സൊക്കെ വരുന്നതിന് ഇടയ്ക്കാണ് ഈ ഒരു സ്പെയിനിൻ്റെ ഈ ഒരു വിന്നർ ഗോൾ അടിക്കാനുള്ള ഒരു അവസരം ഫെറാൻ ടോറസിന് വന്നിരിക്കുന്നത്. അപ്പോൾ ബാർസ ആരാധകർ ഈ ഒരു ഗോളിന് ശേഷം അവരുടെ മിക്കവാറും പലരുടെയും പലരുടെ അഭിപ്രായങ്ങളൊക്കെ മാറിയേക്കാം. ബാർസയിൽ തന്നെ ഈ ഒരു മനുഷ്യൻ നിൽക്കണം. എന്നെ സംബന്ധിച്ച് ബാർസയിൽ ഒരു സെക്കൻഡ് ചോയ്സ് സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ ഓക്കെയാണ് ഫെറാൻ ടോറസ്. ഫസ്റ്റ് ചോയ്സ് ഒരു നല്ല സ്ട്രൈക്കറിനെ കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ചോയ്സ് ആയിട്ട് ഈ ഒരു മനുഷ്യനെ പരീക്ഷിക്കാവുന്നത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ സ്റ്റാറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഈ ഒരു സ്പെയിൻ ടീം 20 ഷോട്ട് അറ്റംപ്റ്റ്സ് ആണ് സ്പെയിൻ ടീമിനുള്ളത്. അതിൽ 12 എണ്ണം ഓൺ ടാർഗറ്റ്, 4 ബിഗ് ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് XG എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2ആണ്, 1.94, ഓൾമോസ്റ്റ് 2 XG ആണ്. അപ്പോൾ അതിനനുസരിച്ച് ശരിക്കും സ്പെയിൻ ഒരു ഗോളെ അടിച്ചിട്ടുള്ളൂ എന്നുള്ളത് അർജൻറ്റീനയുടെ ഡിഫൻസിന് നമ്മൾ ആ ഒരു ക്രെഡിറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ അർജൻറ്റീനയുടെ അറ്റാക്സ് നോക്കിയാൽ അർജൻറ്റീനയ്ക്ക് മാച്ചിലുള്ള ഷോട്ട് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് 2 ആണ്. ഓൺ ടാർഗറ്റ് 0 ഷോട്ട് ഓൺ ടാർഗറ്റാണ് അർജൻറ്റീനയ്ക്ക് ഈ ഒരു മത്സരത്തിലുടനീളം. വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അർജൻറ്റീനയ്ക്ക് 0 ഷോട്ട് ഓൺ ടാർഗറ്റാണ് ഉള്ളത് എന്ന് പറയുന്നത് ശരിക്കും അർജൻറ്റീനയെ സംബന്ധിച്ചൊരു നാണക്കേട് തന്നെയാണ്. ഈ ഒരു 2 ഷോട്ട് അറ്റംപ്റ്റ്സ് ഉണ്ടായിരുന്ന സാധനം ഉണ്ടല്ലോ, അതെപ്പോഴാണ് അടിച്ചത്? എക്സ്ട്രാ ടൈമിൽ 118 അല്ലെങ്കിൽ 19ാമത്തെ മിനിറ്റിലാണ് ആ ഒരു 2 ഷോട്ട് അറ്റംപ്റ്റ് ഉള്ളത്. അർജൻറ്റീന കുറേ കൂടെ പൊസഷനൊക്കെ വരികയും ആ ഒരു ഷോട്ട് അറ്റംപ്റ്റ്സ് ഒക്കെ നടത്തുന്നതും എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ സ്പെയിൻ ഡിഫെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ച സമയത്ത് മാത്രമാണ് അർജൻറ്റീനയ്ക്ക് ആ ഒരു പൊസഷൻ കിട്ടുകയും ഷോട്ട് അറ്റംപ്റ്റ്സ് അർജൻറ്റീന നടത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സരം മുഴുവനും ആദ്യം മുതൽ അവസാനം വരെയും സ്പെയിൻ്റെ കൈപ്പിടിയിലായിരുന്നു. ഇതിൽ അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ അവരെ പ്രകീർത്തിക്കുന്ന രീതിയിലോ നമുക്കൊന്നും പറയാൻ മത്സരത്തിനില്ല. ആകെപ്പാടെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ കണ്ണീര് മാത്രമാണ്. റൊണാൾഡോയുടെ കണ്ണീര് കണ്ട് നമുക്കൊക്കെ സങ്കടം, റൊണാൾഡോ ഫാനായി എനിക്ക് ഒത്തിരി സങ്കടം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം മെസ്സി കരയുന്നത് കാണുമ്പോൾ മെസ്സി ഫാൻസിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും. മെസ്സിയുടെ അവസാനത്തെ മത്സരം മിക്കവാറും മെസ്സിയുടെ അവസാനത്തെ മത്സരമാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം കോപ്പ അമേരിക്കയിലൊക്കെ കണ്ടേക്കാം. എന്നാൽ വേൾഡ് കപ്പിൽ അർജൻറ്റീനയുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഈ ഒരു മെസ്സിയെ കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. മെസ്സി എന്ന് പറയുന്ന മനുഷ്യനെ ചുറ്റിപ്പറ്റിയാണ് അർജൻറ്റീനയുടെ എല്ലാ സ്ട്രാറ്റജിയും ഫുട്ബോളും എല്ലാം. അർജൻറ്റീനയുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്നത് മെസ്സിയുടെ ഔട്ട്പുട്ട് എങ്ങനെ കൂടുതൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ മെസ്സിയെ ഗെയിമിൽ എങ്ങനെ കൂടുതൽ ഇൻവോൾവ് ആക്കാം എന്നുള്ളതാണ് ആ ഒരു കോച്ചിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. അതിനനുസരിച്ചാണ് ആ ഒരു ടാക്ടിക്സ് അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു അർജൻറ്റീന കളിക്കാരും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അർജൻറ്റീനയിൽ നിന്ന് മെസ്സി പോയി കഴിയുമ്പോഴത്തെ അർജൻറ്റീനയുടെ അവസ്ഥ എന്താകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ആശങ്കയുണ്ട്. ഒരു അർജൻറ്റീന ഫാൻ അല്ലെങ്കിൽ പോലും എനിക്ക് ആശങ്കയുണ്ട് എങ്ങോട്ടായിരിക്കും ഇവരുടെ പോക്ക് എന്നുള്ളത്. അപ്പം മത്സരത്തെ പറ്റിയും വീഡിയോ പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പിന്നെ കമൻസ് ആയിട്ട് ഇടാൻ മറ്റൊരു നല്ല വീഡിയോ ഇടണം.